അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അറബി ദ്വീപിലെ നിവാസികൾ മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ നാഗരികത പ്രാപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും കൽദാനിലും ഈജിപ്തിലും ആദ്യമായി അധിവാസമുറപ്പിച്ചത് അവരായിരുന്നുവെന്നും അവരുടെ ഭാഷ ആ രാജ്യങ്ങളിൽ പ്രചരിച്ചിരുന്നുവെന്നും പുരാവസ്തു ഗവേഷകന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമകാലികനായി ഹമ്മുറബി എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നുവെന്നും ആ രാജാവ് അറബി ആയിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തുന്നു. ഈ ഹമ്മുറബിയുടെ പേര് തൗറാത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായ സമാധാനപ്രിയനായിരുന്നു. ഹമ്മുറബി ദൈവത്തിൻ്റെ ജ്യോത്സ്യനായിരുന്നുവെന്നും ഇബ്രാഹിം നബിയെ അദ്ദേഹം ആശീർവദിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഇബ്രാഹിം നബി എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും 10% അദ്ദേഹത്തിന് നികുതി കൊടുത്തിരുന്നുവെന്നും ബൈബിൾ പഴയ നിയമത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പുത്രനായ ഇസ്മായിൽ നബിയെ അദ്ദേഹത്തിൻ്റെ മാതാവും മിസ്റുകാരിയുമായ ഹാജറിനോട് കൂടി പിൽക്കാലത്ത് മക്ക നഗരം ഉടലെടുത്ത ഒരു മരുഭൂമിയിൽ താമസിപ്പിച്ചുവെന്നും ജുർഹൂം ഗോത്രക്കാരിൽ ഒരു വിഭാഗത്തെ ആ മാതാവിനും പുത്രനും അള്ളാഹു വഴിപ്പെടുത്തി കൊടുത്തുവെന്നും ഇബ്രാഹിം നബി അവരെ കൂടെ സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹവും പുത്രനായ ഇസ്മായിലും കൂടി കഅബാലയം പണിതുകൊണ്ട് അറബി രാജ്യങ്ങളിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചുവെന്നും നമ്മുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന ചരിത്രകൃതികളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലുമെല്ലാം പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് പുരാതന അറബി ഭാഷ ഇബ്രാഹിമിൻ്റെയും ഹാജറിൻ്റെയും ഹമ്മുറാബിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രജകളുടെയും ഭാഷയായിരുന്നുവെന്നാണ്. ഇപ്പോൾ പുരാതന മിസ്റുകാരുടെ ഭാഷയും അറബി തന്നെയായിരുന്നുവെന്ന് ഇതിൽ നിന്ന് സ്പഷ്ടമായിരിക്കുന്നു. അറബ്, മിസ്ർ എന്നീ 2 രാജ്യങ്ങളിലെ ഭൂരിപക്ഷ നിവാസികളെങ്കിലും പൂർവകാലം മുതൽക്ക് തന്നെ അറബി ഭാഷക്കാരായിരുന്നുവെന്ന് മാത്രമെങ്കിലും ഈ തെളിവുകളുടെ വെളിച്ചത്തിൽ സർവസമ്മതമായി തീരുന്നു. അറബി അർദ്ധദ്വീപുകാരുടെ സംസാരത്തിൽ കൽദാനിയും മറ്റവരുടേതിൽ മിസ്രികളും ധാരാളം പ്രചരിച്ചിരുന്നുവെന്ന് അനുമാനിക്കുന്നതായാൽ തന്നെയും ആ 2 രാജ്യങ്ങളുടെയും ഭാഷകൾക്ക് ജുർഹൂം ഗോത്രക്കാരുടെയും സംസാര ഭാഷയായിരുന്ന ആ പുരാതന അറബിയോട് ധാരാളം സാദൃശ്യമുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കാതെ തരമില്ല. ഹാജറിൻ്റെ കൂടെ ആ മരുഭൂമിയിൽ താമസിച്ചിരുന്ന ജുർഹൂം ഗോത്രക്കാർക്ക് ഹാജറിൻ്റെ ഭാഷയും
ഹാജറിന് അവരുടെ സംസാരവും ഗ്രഹിക്കാൻ പ്രയാസമില്ലാതെയായത് ഈ കാരണത്താലാണ്. ഇമാം ബുഖാരിയുടെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരിക്കൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കാണാൻ ചെന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ജുർഹും ഗോത്രക്കാരിയായ പത്നിയുമായി അദ്ദേഹം സംസാരിച്ചു. ആ സംസാരത്തിൽ അദ്ദേഹത്തിന് അവളെപ്പറ്റി മതിപ്പുണ്ടായില്ല. പിന്നീട് അദ്ദേഹം മറ്റൊരിക്കൽ മകനെ കാണാൻ ചെന്നു. അപ്പോഴും അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റൊരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. അവളുമായി അദ്ദേഹം സംസാരിക്കുകയും അവൾ അദ്ദേഹത്തിന് മതിപ്പുളവാക്കുകയും ചെയ്തു. എന്നാൽ ഇസ്മായിൽ നബിയുടെ ഭാഷ ജുർഹും ഗോത്രക്കാരുടെ ഭാഷയേക്കാൾ ചാതുര്യമുള്ളതായിരുന്നുവെന്ന് നിവേദനങ്ങളിൽ പറയുന്നു. എല്ലാ സംസാരങ്ങളെയും അപേക്ഷിച്ച് വാക്ചാതുര്യം കൊണ്ട് മികച്ചതും എല്ലാത്തിലും വെച്ച് സാരഗർഭമായ മുസർ ഗോത്രക്കാരുടെ ഭാഷയാണ് ഇസ്മായിൽ നബിയുടേത്. അറബിയുടെ മാതാവ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് പേര് പറയാവുന്നതാണ്. മറ്റെല്ലാ തരം അറബി സംസാരങ്ങളെയും ഉച്ചാരണങ്ങളെയും കവച്ചു വെക്കാവുന്ന ചാതുര്യം അതിനുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരായ ഖുറൈശികൾ ഹജ്ജ് കാലങ്ങളിൽ നടത്തി വന്ന സാഹിത്യ മത്സരങ്ങൾ വഴിയായി അതിനെ അഭിവൃദ്ധിപ്പെടുത്തി. അവസാനം പരിശുദ്ധ ഖുർആൻ്റെ അവതരണം കൊണ്ട് അതിൻ്റെ ചാതുര്യവും ആശയപുഷ്ടിയും പരിപൂർണമായി തീർന്നു. ഇബ്രാഹിം നബിയുടെ അനേകം ആചാര നടപടികളെ ഇസ്ലാം മതം ഉൾക്കൊള്ളുന്നത് പോലെ ഇബ്രാഹിം നബിയുടെയും മകനായ ഇസ്മായിൽ നബിയുടെയും സഹകരണത്തോടു കൂടി അഭിവൃദ്ധി പ്രാപിച്ച അറബി ഭാഷയിലായി അത് അവതരിക്കുകയും ചെയ്തു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.